നമ്മളെ വീട്ടിനടുത്തുള്ള വലിയന്നൂര് മഹാവിഷ്ണു ക്ഷേത്രവും ലക്ഷ്മി ദേവിയും ഉള്ള സ്ഥലമാണ്. അവിടെ ഇന്ന് രാമായണ പാരായണം ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് കുറച്ച് ഭാഗം കാണാം. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക ജയ ശ്രീരാമ മമ ശ്രീരമദാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. സൗമിത്രി സീതാദേവി തന്നോട് കൂടെ വന്നു രാമചന്ദ്രനെ നമസ്കാരവും ചെയ്താൻ. ശത്രുഘ്നനിവൃത്തമാം ഭർത്തൃവിഗ്രഹം കണ്ടു മുക്തബാഷ്പോദം വിദേഹാത്മജാമന്ദം മന്ദം തൃക്കൈകൾ കൊണ്ടു തലോടി പൊറുപ്പിച്ചിടിനാൾ. ഒക്കവേ കൊണ്ടോ മതിൻ വടുവും മാച്ചിടിനാൾ. രക്ഷോ വീരന്മാർ വീണു കിടക്കുന്നത് കണ്ടു ലക്ഷ്മണൻ നിജഹൃതി വിസ്മയം തേടിയിടിനാൻ. രാവണൻ തന്റെ വരവുണ്ടിനിപ്പോൾ എന്നു ദേവദേവനോ മരുൾ ചെയ്തിരുന്നരുളിനാൻ. പിന്നെ ലക്ഷ്മണൻ തന്നെ വൈകാതെ നിയോഗിച്ചാൻ. ചെന്നു നീ മുനിവരന്മാരോട് ചൊല്ലിയിടണം. യുദ്ധം ചെയ്തതും കരദൂഷണ തൃശിരാക്കൾ സിദ്ധിയെ പ്രാപിച്ചതും 14,000 താപസന്മാരോടറിയിച്ചു നീ വരികെന്നു പാപനാശനരുൾ ചെയ്തയച്ചോരു ശേഷം സുമിത്രാപുത്രൻ തപോധനന്മാരോട് ചൊന്നാൻ അമിന്ദ്രാന്തകൻ കരൻ മരിച്ച വൃത്താന്തങ്ങൾ. ക്രമത്താലിനി കാലം വൈകാതെയൊടുങ്ങിടും അമർത്യവൈരികളെന്നു ഉറച്ചു നിജനം. പലരും കൂടി നിരൂപിച്ചു നിർമ്മിച്ചിടിനാൻ പലലാശികളുമായ തട്ടവായും 3 പേർക്കും തട്ടായ്വാൻ 3 പേർക്കും അങ്കുലീയവും ചൂടാരത്നവും കവചവും അങ്കേ ചേർത്തിടുവാനായി കൊടുത്തുവിട്ടിടിനാർ. ലക്ഷ്മണനവ 3 കൊണ്ടുവന്നാശു രാമൻ തൃക്കാൽക്കൽ വെച്ചു തോണ്ടിയിടിനാൻ ഭക്തിയോടെ. അങ്കുലീയകമെടുത്ത് അംബുജവിലോചന നങ്കുലിതൻ മേലിട്ടു ചൂടാരത്തവും പിന്നെ മഴുതിലി തനിക്കു നൽകിയിടിനാൻ കവചവും